വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ ദിവസമാണ് 23ാം ജന്മദിനാഘോഷത്തിൻ്റെ ചിത്രങ്ങൾ സാനിയ അയ്യപ്പൻ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചത്. അടുത്ത സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു സാനിയയുടെ പിറന്നാൾ ആഘോഷം. ഇപ്പോൾ സാനിയക്കൊപ്പമുള്ള വ്യക്തിയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച. പ്രശസ്ത മേക്കപ്പ് ആർട്ടിസ്റ്റ് സാംസൺ ലെയാണ് ചിത്രത്തിലുള്ളത്. സാനിയയ്ക്കൊപ്പമുള്ള ചിത്രങ്ങൾ സാംസൺ തന്നെയാണ് സമൂഹമാധ്യമത്തിലൂടെ പങ്കുവച്ചത്. സാനിയ, ഈ പാർട്ടി നിനക്കു വേണ്ടിയാണ് എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് ചിത്രങ്ങളെത്തിയത്. പാർട്ടിയിൽ ഏറെ ശ്രദ്ധ നേടിയത് സാനിയയുടെ ഔട്ട്ഫിറ്റ് തന്നെയാണ്. അതേപോലെ സാംസണിൻ്റെ ഔട്ട്ഫിറ്റും ശ്രദ്ധേയമായിരുന്നു. സാംസൺ ജനിച്ചതും വളർന്നതും മണിപ്പൂരിലാണ്. ഇഷ തൽവാർ, കാവ്യ മാധവൻ, പാർവതി തിരുവോത്ത്, പ്രിയ വാര്യർ, സാനിയ അയ്യപ്പൻ തുടങ്ങിയവരുടെ പ്രിയപ്പെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റാണ് സാംസൺ ലെ. പിതാവായിരുന്നു ഈ മേഖലയിലേക്ക് വരാൻ പ്രചോദനമായതെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സാംസൺ വ്യക്തമാക്കിയിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഫാഷൻ ലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന ചിന്ത സാംസണിനുണ്ടായി. അതുകൊണ്ട് തന്നെ പിന്നീട് മുംബൈയിലേക്ക് പോവുകയായിരുന്നു. സാംസൺ സ്വന്തമായാണ് ഫാഷനെപ്പറ്റി പഠിച്ചതെന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ കാര്യം. മുംബൈയിലെ ഒരു സലൂണിൽ വർക്ക് ചെയ്യുമ്പോഴാണ് സാംസൺ വിവിധ രീതിയിലുള്ള ഹെയർ സ്റ്റൈലുകൾ പരീക്ഷിക്കുന്നത്. ഈ പരീക്ഷണങ്ങൾ ഫാഷൻ വീക്കിൽ ഏറെ ശ്രദ്ധ നേടി. ഏത് സ്ഥാപനത്തിൽ നിന്നാണ് കോഴ്സ് പഠിച്ചതെന്നും മുംബൈയാണ് തനിക്കുള്ളിലെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വളർത്തിയതെന്നും സാംസൺ പറയുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇന്റർനെറ്റ് തന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്ന് സാംസൺ വ്യക്തമാക്കി. ലാറ ദത്തയാണ് സാംസൺ ആദ്യമായി ഒരുക്കുന്ന സെലിബ്രിറ്റി. മിസ് ദിവ 2014 മത്സരത്തിനായിരുന്നു ഇത്. ഇഷ തൽവാറാണ് സാംസണിനെ മലയാള സിനിമാ ലോകത്തേക്ക് പരിചയപ്പെടുത്തുന്നത്. മേക്കപ്പ് ചെയ്യുന്നതിൽ കൃത്യമായ നിലപാടുള്ളയാളാണ് സാംസൺ. ഓരോ വ്യക്തിക്കും അവരുടേതായ സൗന്ദര്യമുണ്ട്. അത് എല്ലാവരിലും വ്യത്യസ്തമാണ്. തനതായ സൗന്ദര്യത്തെ എങ്ങനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കി അവരുടെ വ്യക്തിത്വം ആകർഷണമുള്ളതാക്കാമെന്നുമാണ് ഞാൻ ചിന്തിക്കാറ് എന്ന് ഒരു അഭിമുഖത്തിൽ സാംസൺ വ്യക്തമാക്കിയിരുന്നു. LGBTQ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് താനെന്നും സാംസൺ നേരത്തെ അറിയിച്ചിരുന്നു.